കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ഒരു ഇളിച്ച ചിരി ചിരിക്കുകയും നട്ടലിനോടുകൂടി അതിന് മറുപടി പറയാൻ പോലും കഴിവില്ലാത്ത KPCC പ്രസിഡൻ്റാണുള്ളത്. അപ്പോൾ ഇവരെടുക്കുന്ന സ്വീകരിക്കുന്ന നിലപാട് വർഗീയതയ്ക്കെതിരായിട്ട് സ്വീകരിക്കുക, അതാണല്ലോ അടിസ്ഥാന പ്രശ്നം. കേരളത്തെ വർഗീയമായി ചേരിതിരിക്കണോ എന്നുള്ള പെർട്ടിനൻ്റായ ഒരു ക്വസ്റ്റ്യന് മറുപടി പറയാൻ ബാധ്യതയുള്ള KPCC പ്രസിഡൻ്റാണ് ഞങ്ങളെല്ലാം ചർച്ച ചെയ്യും ഇളിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലേ? ഇത് തെളിയിക്കുന്നത് എന്താണ്? ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന മനുഷ്യൻ്റെ നട്ടലില്ലായ്മയാണ്, നിലപാടില്ലായ്മയാണ്. ഇത് സാധാരണ കോൺഗ്രസ്സുകാരും ബാക്കിയുള്ള ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എന്താണ് സതീശനെതിരെ ഈ രണ്ട് സമുദായ സംഘടനാ നേതാക്കൾ ഇന്ന് പ്രത്യക്ഷത്തിൽ വരാൻ കാരണം എന്താണ്? സതീശൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ വർഗീയതയ്ക്കെതിരായിട്ടുള്ള നിലപാട്, അതായത് ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് അവർക്കെതിരെ വർഗീയമായ പ്രസ്താവനകൾ നടത്തുന്നവരെ പൊന്നാടയടിക്കരുത്, അവരെ നിങ്ങൾ കാറിൽ കയറ്റരുത്, അതാരുടെ പേര് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരു പ്രസ്താവനയാണല്ലോ ഈ രണ്ട് പേരെ ഇന്ന് പ്രകോപിപ്പിക്കേണ്ടായ കാരണം. എന്തുകൊണ്ടാണ് ഈ സമുദായ സംഘടനകൾ സതീശനെതിരെ, ഈ രണ്ട് പ്രധാനപ്പെട്ട സമുദായ സംഘടനകൾ എന്തുകൊണ്ടാണ് സതീശനെതിരെ തിരിഞ്ഞിരിക്കുന്നത്? ഒരു കാരണമേ ഉള്ളൂ. സമുദായ സംഘടനകളുടെ ഇംഗിതമനുസരിച്ച്, അല്ലെങ്കിൽ തമ്പ്ര അടിയൻ എന്നൊക്കെ പറഞ്ഞ് വളഞ്ഞു കുത്തി നിൽക്കാൻ സതീശൻ തയ്യാറല്ല. അതാണ് പ്രശ്നം.